ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകിനന്ദനായ നന്ദ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പരീക്ഷത്തിനുണ്ടായ ബ്രാഹ്മണ ശാപം. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സുതൻ തന്നോട് അങ്ങനെ ശുകൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവനാത്മജ്ഞാനമങ്ങ് ഉപദേശിച്ചതും അന്യോന്യഭക്ത്യാ ഭഗവൽ കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽകെന്നതു കേട്ട നേരം വന്നിച്ചു ശുനകജനോട് സുതനം ചൊന്നാൻ. മന്നവൻ അഭിമന്യുനന്ദനൻ രാജ്യം പാലിച്ച് ഉന്നത ഭക്ത്യാ രാജ ധർമ്മേണ വാഴും കാലം ചെന്നിതു വയസ്സറുപത്താറു സംവത്സരം. അന്നോരു ദിനം നായാട്ടിനു പോയി വനം പൂക്കാൻ. മത്യാഗ്നി തപമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടോരു ജിഹയോടവനീശൻ സൽക്കാരപൂർവം നമക്കാരുപോൽ കുറഞ്ഞോര് പുഷ്കരം തരുവതെന്ന് അന്വേഷിച്ചിടും നേരം കണ്ടിതങ്ങ് അടുത്തൊരു താപസാശ്രമം തത്രേ. കുണ്ടതയൊഴിഞ്ഞിൽ അതിലുണ്ടോരു തപോധനൻ. യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനെ തന്നെ. വേഗമോടവ മുന്നിൽ ചെന്നു ചോദിച്ചാൻ നൃപൻ, ആരുള്ളിതവിടെ ഇങ്ങ് ആരും തൊന്നിരിക്കുന്നു? ആരാനും കുറഞ്ഞോരു വാരി നൽകുവാനുണ്ടോ? കേവലം നരവരനീ വണ്ണം ചോദിച്ചതു താപസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കയാൽ. കേട്ടതില്ലതു തന്നെ ധിക്കരിക്കയാലത്രേ കൂട്ടായതെന്ന് ഓർത്തോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങവിടെ കാണാകിയ മൃതസർപ്പം വില്ലുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടിനാൻ. താപസനതു ചുമന്നിരിക്കുന്നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാസാകം നിജ രാജധാനിക്കു നടന്നാനതു കണ്ടാൻ കൃഷ്ണനെന്ന മാമുനിസുതൻ. ലോകേശാജ്ഞയായി നാഗം മേവിന ശമീകജ നാഗിയ സഖിയോട് ചൊല്ലിനാൻ പരിഹാസാൽ. താതവൃത്താന്തം കേട്ട് ശൃംഗിയും കോപാധിഷ്ണു രാധനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതെ. സാധുപാലനത്തിനു മുന്നമേ വിധിച്ചോരു മേദിനീപതി കുലജാതനാ നൃപാദമൻ
ബോധമെന്നിയേ മമ താതനോടി ചെയ്ത അപരാധ കാരണമിന്ന് ഇന്നേക്ക് 7-ാം നാള അഹീന്ദ്രനാം തക്ഷകൻ കടിച്ചുടൻ എത്തുക മരണമെന്ന് അക്ഷണം ശപിച്ചു ചെന്ന് അച്ഛനെ വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാകോദര ഗുണവം ചെറ്റ് അഴുക്കും പുരളാതെ എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും സമചക്ഷുർഭ്യാമിഴിച്ചുടനെ നോക്കുന്നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംഭ്രമിച്ചാത്മജനെ കണ്ടതെന്ന് അനുക്ഷണം ചോദിച്ച പിതാവിനോട് ഉണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചങ്ങുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോടുര ചെയ്താൻ നീ പരമാർത്ഥ ഗ്രാഹിയല്ലെന്നു വന്നതിപ്പോൾ കേവലം സപ്തവ്യാസങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങളുണ്ടായി വരും. സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു വെറുക്കുന്നു. ക്രോധിച്ചു ശപിക്കുന്നത് ആചാരമല്ലീ വണ്ണം. ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവത് പ്രസാദവും നമുക്കില്ലെന്നല്ലല്ലേ. വരുന്നു പുനരതു കൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ട് നമസ്കാരമെപ്പോഴും നാഥ. വിരഞ്ഞീ വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരഞ്ഞു ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായി അരുളി ചെയ്തിടിനാൻ. ഇളച്ചിടരുതു ഞാൻ പറയുന്നതു കേൾ നീ. തിരികെന്നിപ്പോൾ തന്നെ ഗുരുക്ഷേത്രത്തെ പ്രാപിച്ച് ഇരിക്കും നൃപനോടി അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം നരവരൻ ധരിക്കും വണ്ണം എന്നങ്ങയച്ചോരളവൻ സുരശ്രേഷ്ഠാകാരം. തോറ്റിരിക്കും പുരമ്പൂക്ക് നരശ്രേഷ്ഠനെ കണ്ട് ഉണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചളവൻ തന്നെത്താൻ സമ്മാനിച്ചങ്ങ് ഇരുത്തി നമസ്കരിച്ചു പീത്യാർത്ഥം മുന്നമേ മരിച്ചിരിപ്പോരു ഞാൻ ജഗന്നാഥൻ തന്നനുഗ്രഹത്തിനാൽ ജീവിച്ചേനിത്ര നാളും. ഇന്നിനി മതിയെന്നെന്നുടെ പരമാത്മാ തന്നുടെ നിയോഗത്തിലെന്തു സങ്കടം മുനേ. നന്നതു മരണമുണ്ടിന്ന നാളിനി നിനക്ക് എന്നതം മഹാത്മാവിനോട് അങ്ങറിയിപ്പാൻ. തന്നുള്ളിലുദിച്ചതും ഈശ്വരാധീനം നമുക്ക് എന്നിരിക്കലും മതി ഒന്നൊന്നു ചെയ്യണം ഭവാൻ. ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിൻ അടിയനും മേലിൽ നല്ലതു വരും വണ്ണം ഖിന്നതയൊഴിഞ്ഞ് അനുഗ്രഹിപ്പാൻ ഉണർത്തിക്കെന്ന് അന്യോനാദരം മുനിശിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം
ക്ഷമാ നമസ്കാര അഭ്യർച്ചനാനന്ദ സാധനങ്ങൾ കൊണ്ട് അന്യോനാദര ഭക്ത്യാ തന്നെയും പരനെയും ഒന്നായി കണ്ടവനീശൻ പിന്നെയും നമസ്കരിച്ച് അഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ചനന്തരം മന്ദമെന്നിയേ മനകർണികാഗ്ര അന്തർഭാഗേ തന്നുള്ളിൽ സകലാത്മതന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്ത്യാ ജൈശ്വര്യാദി സമസ്തവും പുത്രങ്കൽ സമർപ്പിച്ചങ്ങ് ഏഷണത്രയങ്ങളും നിത്യരാഗാദികളും തൃക്വാഭിസവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു സംഘങ്ങൾ തന്നുൾക്കാമ്പിലൊന്നെങ്കിലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്നു ദംശിച്ചിടായ്വാനാകും വണ്ണം രക്ഷകൾ സിദ്ധൌഷമന്ത്രയന്ത്രാദ്യങ്ങളാൽ തൽക്ഷണേ ചെയ്യിപ്പിച്ചും ജാങ്കുലികാട്യന്മാരാം ഇക്ഷിതീസുരന്മാരോട് ഒത്തുടൻ പിരിയാതെ തൽക്ഷണേ മൃത്യുജയ ജപങ്ങൾ കർമ്മങ്ങളും അത്യരം ഹോമങ്ങളും കൃത്വ ദക്ഷിണകളും വിപ്രസത്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്നാനന്ദചിത്തനായി തുടങ്ങിനാൻ മേന്മേല് തക്ഷന്മാർ തമ്മെ വിളിപ്പിച്ചുകൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ച് അതിലഘുതരം ഗംഗയിലേക സ്തംഭഭാഗ്രത്തിങ്കൽ ദുരാരോഹ മംഗലപ്രാസാദവും തീർപ്പിച്ചു സമാപ്തിയാം ധർമ്മകർമാദികളും ചെയ്യിച്ചു ദാനങ്ങളും നിർമ്മലം ചെയ്ത് ശുദ്ധ്യ സർവ ആശീർവാദത്തോടും ചെന്നതിൻ മുകൾ മധ്യേ പൂക്കും ദർഭകൾ വിരിച്ചുന്നത അനശനം ദീക്ഷിച്ചങ്ങു ഉദീചിയേ നോക്കി വാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്നു കേൾക്കയാലവനീ ദേവന്മാരും മുനീന്ദ്രരും ശീഘ്രമങ്ങുടൻ വന്നു പാർത്ഥിവൻ തന്നെ കണ്ടു വായ്ക്കും ഉൾത്താപം പൂണ്ടു സംഭാവിച്ചതു നേരം ഗോത്രജിൽ സുതാത്മജ നന്ദനൻ അവർകളെ നേത്രഗോചരന്മാരായുധായ നമസ്കൃത്യ പാത്താർക്യ ആസനാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു വന്ദിച്ച് ആസ്തയായി സൽക്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ കാർത്തികേയോപമാന എല്ലാവേ ചൊല്ലിടിനാൻ ആർത്തനായി ചമഞ്ഞു ഞാനിങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചങ്ങ്
പോരുമ്പോൾ എന്തെന്നില്ലാതായ സംഭ്രമം കൊണ്ട് ഭൂദേവ കോപത്താലേ ശാപവും എനിക്കേറ്റിതേഴാം നാൾ മരണം പോൽ ആപൽ കാരണമതും ഈശ്വരമതമല്ലോ.